ഞാൻ കഥയിലേക്ക് കടക്കുകയാണ്. മന്നറിനെ ബിയം സഹാബായുടൻ കൂടി മദീനത്തു പള്ളിയിലിരിക്കും സമയത്ത് മന്നറിനെ ബിയം സഹാബായുടൻ കൂടി മദീനത്തു പള്ളിയിലിരിക്കും സമയത്ത് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും മദീനത്തു പള്ളിയിലിരിക്കുന്ന സമയത്ത് ഏറ്റമൂഷിപ്പോടെ വന്നോരാ സുഹാബി വന്നറസൂലോ ഒഴിയുന്നു സംഗീതം ആരംഭമൊത്തു നബിയനാനിന്നോളം അകവസരത്തിൽ പടിത്താളർന്നല്ലോ. അതെ, പെട്ടെന്ന് എവിടെ നിന്നോ ഒരാൾ വന്നുകൊണ്ട് ഒഴുകുന്ന കണ്ണുനീരോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇപ്രകാരം പറഞ്ഞു: അല്ലാഹുവിന്റെ റസൂലെ, ഈ മദീന പട്ടണത്തിലുള്ള ഓരോ വീടുകളിലും ഞാൻ കയറിയിറങ്ങി ഒരു പെണ്ണിനെ വിവാഹം ചെയ്ത് തരണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ താനൊരു വിരൂപനാണെന്ന കാരണത്താൽ ആട്ടിപ്പായിക്കുകയാണ് പതിവ്. ആ സഹാബി പൊട്ടിക്കരഞ്ഞു. എന്നാൽ വേദനയിൽ കഴിയുന്ന അസഹാബിയെ സമാധാനപ്പെടുത്തിക്കൊണ്ട് നബി പറഞ്ഞു: നിങ്ങൾ തെല്ലും ദുഃഖിക്കേണ്ട. ഉടനെ തന്നെ ഈ മദീന പട്ടണത്തിൽ ചുറ്റി സഞ്ചരിച്ച് അതിസുന്ദരിയായ പെൺകുട്ടി എവിടെ ഉണ്ടെന്നറിഞ്ഞ് വിവരം എന്നെ അറിയിപ്പിക്കുക. അപ്രകാരം നമ്മുടെ അസഹാബി മദീനയിലെ മശഹൂറ മദനി എന്ന സ്ഥലത്തെ മുൻപിലുള്ള നാരിയെ തഞ്ചമിൽ ഞാൻ കണ്ടേ, മുൻപിലുള്ള നാരിയെ തഞ്ചമിൽ ഞാൻ കണ്ടേ. മദനി എന്ന സ്ഥലത്ത് രക്ഷാധിപതിയായ വഹബിന്റെ ഒരേ ഒരു മകൾ റുഖിയ ബീവിയെ തെരഞ്ഞുപിടിച്ചു. വിവരം നബിയെ ധരിപ്പിച്ചു. വീണ്ടും നബിയുടെ അഭിപ്രായം അനുസരിച്ച് അസഹാബി ധനികപ്രമാണിയായ വഹബിന്റെ പുരയിൽ പ്രവേശിച്ചു. ചുറ്റിനും അമ്പരപ്പോടി നോക്കുകയാണ്. എന്താണ് കാരണം? വീട് മനോഹരമുറപ്പായൊരു ഭവനം, വർണ്ണങ്ങൾ പലതിലും കോമളം, നബിയുടെ അനുയായി വഹബെന്നോർ പണിതീർത്തിട്ടുള്ള മണിസൗധമേ. നമ്മുടെ വിരൂപനായ സയ്യിദ് സൽമി വഹബിന്റെ പുരയിൽ കടന്നു. വഹബിനെ ഭക്തിപൂർവ്വ സലാം പറഞ്ഞതിന് ശേഷം ഭയന്ന് വിറച്ചുകൊണ്ട് പറഞ്ഞു: ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അങ്ങയുടെ മകളെ വഹബിടക്കേറി ചോദിച്ചു റുഖിയ ബീവിയെ അതെ എനിക്ക് വിവാഹം കഴിച്ചു തന്നാലും. വിരൂപനായ അസ്ഹാബിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഈ വാക്ക് കേട്ടപ്പോൾ കോപത്താൽ വഹബ് വിറച്ചു, പല്ലുകൾ ഞെരിച്ചു, ഒരു സിംഹത്തെ പോലെ അലറി. അല്പം പോലും ചിന്തിക്കാതെ അഹന്തയേറും ധിക്കാരിണി, ഭൂമിയിൽ വാഴും മനുഷ്യക്കോലമില്ല വിരൂപിണി. എടാ വിവരം കെട്ട വിരൂപ, ധിക്കാരി, രക്ഷാധിപതിയായ എന്റെ ഓമന മകളെ വിവാഹം ചെയ്ത് തരണമെന്ന് പറയുവാനുള്ള ആത്മധൈര്യം നിനക്ക് എങ്ങനെയുണ്ടായി? നിന്നെ വെട്ടിക്കൊല്ലേണ്ടതാണ്. ഇറങ്ങാ വീടിന് പുറത്ത്. വിരൂപനായ സയ്യിദ് സൽമി ആട്ടി പുറത്താക്കിയത് റുഖിയ ബീവി ശ്രദ്ധിച്ചിരുന്നു. അവൾ ചോദിച്ചു: അല്ലയോ പിതാവേ, അവിടുന്ന് ക്ഷമാശീലനും അള്ളാഹുവിനെ ഭയപ്പെടുന്നവനുമല്ലേ? എടുത്തിയാട്ടം ഒരിക്കലും നന്നല്ല. ഇത്രയും പറഞ്ഞു തീരുന്നതിന് മുൻപ് വഹബ് മകളോട് പറയുകയാണ്: ലോകചരിത്രം മാറിയാൻ പാടില്ല നിന്നോട് പറയേണ്ടതല്ല മകളെ മാനസം നീറുന്നേ. എത്രയോ നാളായി ഞാൻ കാത്തു സൂക്ഷിച്ചും മോഹിച്ചും മാമലർ പൂങ്കാവനത്തിൽ സന്തോഷം കാണുക. വിരൂപനായ സയ്യിദ് സൽമി ഈ പുരയിൽ വന്നതിന്റെ കാര്യം നിനക്കറിയണ്ടേ? അറിഞ്ഞാൽ നീ തീർച്ചയായും അവന് ജീവനോടെ വിടുകയില്ല. മകളെ, നിന്നെക്കുറിച്ച് ഞാൻ എന്തെല്ലാം ആഗ്രഹങ്ങളാണ് മനസ്സിനുള്ളിൽ പടുത്തുയർത്തിയിട്ടുള്ളത്. ഏറിയ നാളായ എന്റെ അകത്തളിരിൽ എണ്ണമറ്റാഗ്രഹങ്ങൾ പുലർത്തുന്നു നിന്നെ ഉന്നതമായ ഒരു ഭവനത്തിലയക്കാൻ വേണ്ടി ഉന്നവും കാത്തിരിക്കുന്നേ, ഉന്നവും കാത്തിരിക്കുന്നേ. പിതാവിന്റെ ആവേശപൂർണമായ വാക്കുകൾ ക്ഷമാപൂർവം കേട്ടതിന് ശേഷം റുഖിയ ബീവി വീണ്ടും ചോദിച്ചു: എന്റെ പിതാവേ, ഞാനൊന്നു നിങ്ങളിൽ ചൊല്ലട്ടെ. എല്ലാം
പിതാവേ, തൽക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ പോയി സംഭവിച്ച തെറ്റിന് മാപ്പ് ചോദിച്ചു. ചിന്തിച്ചു പോയി വഹബ് മാപ്പോൾ ചിന്തയാൽ കണ്ണീർ പൊഴിച്ചിടുന്നു. മകൾ റുഖിയാവിയുടെ ഉപദേശം വഹബിന്റെ ഹൃദയത്തെ ചലിപ്പിച്ചു. തീർച്ചയായും തന്റെ വീട് തേടി വരിക മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സലാവുമായി വന്ന ആ മനുഷ്യനെ ആക്ഷേപിച്ചാട്ടി പായിച്ചത് തികച്ചും തെറ്റായി പോയെന്ന ബോധ്യത്തോടെ അതാ നോക്കൂ, വഹബ് പുറപ്പെടും നീട